മോട്ടിവേഷണൽ സ്പീക്കർമാരിൽ ഒരാളായ രാജ് ഷമാനി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു പോഡ്കാസ്റ്റ് ജനപ്രിയമാവുകയാണ്. ഇന്ത്യയിലെ ബിസിനസ് മാഗ്നറ്റ് ആയിരുന്ന എന്നാൽ രാജ്യം വിടേണ്ടി വന്ന വിജയ് മല്യയുമായുള്ള പോഡ്കാസ്റ്റ് ആയിരുന്നു അത്. എന്നാൽ ഈ പോഡ്കാസ്റ്റിലൂടെ മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വിജയ് മല്യ ഇന്ത്യയിലേക്ക് മടങ്ങി വരുമോ? ഇന്ത്യയിൽ കൃത്യമായ വിചാരണയ്ക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നായിരുന്നുവാണ് വിജയ് മല്യ പറയുന്നത്. കൃത്യമായ വിചാരണ ഉറപ്പാണെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിന് അത് ഉറപ്പാണെങ്കിൽ ഗൗരവമായി ചിന്തിക്കുമെന്നാണ് വിജയ് മല്യയുടെ മറുപടി. അതിൽ നിന്ന് എന്തായാലും വിജയ് മല്യയ്ക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം തന്നെയാണ് വ്യക്തമാകുന്നത്. അതേസമയം ഈ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വൈറലായിരിക്കുകയാണ്. വീഡിയോയുടെ നിരവധി ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. 4 ദിവസത്തിനുള്ളിൽ യൂട്യൂബിൽ 20 ദശലക്ഷം വ്യൂസ് ആണ് പോഡ്കാസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. 2016 മുതൽ UK-യിലാണ് വിജയ് മല്യ. ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത 9,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് രാജ്യം വിടുകയായിരുന്നു. മല്യ വിദേശത്ത് താമസിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയെന്ന് വിജയ് മല്യ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടാതെ കിങ്ഫിഷർ ടവേഴ്സിന് മുകളിലുള്ള ഐക്കോണിക് ബാംഗ്ലൂരു പെൻ ഹൗസിന് പിന്നിലെ കഥയും വിജയ് മല്യ പോഡ്കാസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നു. ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ, എയർലൈനിന്റെ തകർച്ച, കള്ളനെന്ന് വിളിക്കപ്പെട്ടതിനെ കുറിച്ചും വിജയ് മല്യ പറയുന്നു. ഒപ്പം താൻ എങ്ങോട്ടും ഓടിപ്പോയിട്ടില്ലെന്നും മുൻകൂട്ടി നിശ്ചയിച്ചാണ് വിദേശത്തേക്ക് മാറി നിന്നതെന്നും തിരിച്ചെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളായിരുന്നുവെന്നും വിജയ് മല്യ പറയുന്നു. 20 വർഷത്തിലേറെയായി നിരവധി കമ്പനികളുടെ ചെയർമാനായിരുന്ന വിജയ് മല്യ കിങ്ഫിഷർ എയർലൈൻസിന്റെ സ്ഥാപകനും മുൻ ഉടമയും കൂടിയാണ്. കൂടാതെ ഫോർമുല 1ന്റെ സഹ ഉടമയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ഉടമ കൂടിയാണ് ഈ വിജയ് മല്യ.